നെക്സ്റ്റ് ഇവിടെ നമുക്ക് താഴെ ഇവിടെ ഒരു സ്ക്രോൾ ബാർ കാണാം. നമുക്ക് ലെഫ്റ്റ് റൈറ്റ് മൂവ് ചെയ്യാനുള്ള സ്ക്രോൾ ബാർ ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് അപ്പ് ഡൗൺ മൂവ് ചെയ്യാനുള്ള ഒരു സ്ക്രോൾ ബാറും കാണാം. ഈ സ്ക്രോൾ ബാറുകൾ ഉപയോഗിച്ച് നമുക്ക് ഇതിലൂടെ നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ താഴെയായിട്ട് കാണുന്ന ഇവിടെ സ്റ്റാറ്റസ് ബാർ ഉണ്ട്. അതായത് ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3, ഷീറ്റ് 4 എന്നൊക്കെ എഴുതിയ ഈ ഷീറ്റിൻ്റെ ഇതിൻ്റെ താഴെ കാണുന്ന ഈ ഭാഗമാണ് സ്റ്റാറ്റസ് ബാർ എന്നത്. സ്റ്റാറ്റസ് ബാറിൽ ഏറ്റവും ഈ ഭാഗത്ത് ഇവിടെ നമുക്ക് നോർമൽ വ്യൂ, നേരത്തെ നമ്മൾ കണ്ടു നോർമൽ വ്യൂവിലാണുള്ളത്. ഇവിടെ നമുക്ക് പേജ് ബ്രേക്ക് പ്രിവ്യൂ, അതുപോലെ തന്നെ പേജ് ലേഔട്ട് വ്യൂ, അതേ ഇവിടെ പേജ് ബ്രേക്ക് പ്രിവ്യൂ എന്നുള്ള രീതിയിൽ നമുക്കിതിനെ കാണാൻ കഴിയും. നമുക്ക് ഡാറ്റ എൻട്രി ചെയ്തതിന് ശേഷം നമ്മളത് പഠിക്കും. അപ്പോൾ കുറേ കൂടി വ്യക്തമായി മനസ്സിലാവും. ഇവിടെ നമ്മൾ നോർമൽ വ്യൂവിലാണ് നമ്മൾ ഇതിൽ വർക്കുകൾ ചെയ്യുന്നത്. ഇവിടെ പേജ് ലേഔട്ട് വ്യൂ എന്ന് പറഞ്ഞാൽ പ്രിൻ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇത് ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ജസ്റ്റ് നോർമൽ വ്യൂ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നമുക്കറിയാം ഒരു സൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ മൈനസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സൂം ഔട്ട് ചെയ്യാം. പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് സൂം ചെയ്യാം. ഇവിടെ ഈ നമ്പറിൽ ക്ലിക്ക് ചെയ്താൽ ഇതേ രീതിയിൽ ഡയലോഗ് ബോക്സ് വരും. അതിനുശേഷം നമുക്ക് ഏതെങ്കിലും സെലക്ട് ചെയ്തോ അല്ലെങ്കിൽ വാല്യൂ കൊടുത്തോ ആ രീതിയിൽ ഈ സെല്ലുകളുടെ ഡിസ്പ്ലേ സൂം ചെയ്യാൻ കഴിയും. ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ജസ്റ്റ് 200% ഇതിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് 100% സെലക്ട് ചെയ്താൽ 100% ഇത് ഡിസ്പ്ലേ ചെയ്യും. ഇനി നമ്മൾ ഷീറ്റ് 1 സെലക്ട് ചെയ്തു. അതിൽ കുറച്ച് ഡാറ്റകൾ എൻ്റർ ചെയ്തിരുന്നു. ഇനി നമുക്ക് ഈ സെല്ലുകളൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം. അതായത് ഇവിടെ നമ്മൾ ഒരു സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം ബാക്കോട്ട് ഡ്രാഗ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ A1 സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഈ സൈഡിലേക്ക് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ അത്രയും സെല്ലുകൾ സെലക്റ്റായി. ഇവിടെ സെലക്ട് ചെയ്ത് കാണാൻ കഴിയും. A1 ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ, മൗസ് കഴ്സർ മൂവ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് A1 ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ അത്രയും ഭാഗം സെലക്ട് ആകും. ഇങ്ങനെ സെലക്റ്റായി നിൽക്കുമ്പോൾ ഇവിടെ സെലക്ഷൻ കാണാമല്ലോ. ഇങ്ങനെ സെലക്റ്റായി നിൽക്കുമ്പോൾ ഇവിടെ സ്റ്റാറ്റസ് ബാറിൽ നോക്കുക. നിങ്ങൾ സ്റ്റാറ്റസ് ബാറിൽ നോക്കിക്കഴിഞ്ഞാൽ ആവറേജ്, അതായത് ഇതിലുള്ള വാല്യൂകളുടെ ആവറേജ് എത്രയെന്നുള്ളത് കാണാം. അതുപോലെ ഈ സെല്ലുകളിൽ 1, 2, 3, 4, 5 ഉണ്ട്. അതായത് കൗണ്ട് 5 ആണ്. 5 സെല്ലുകളിൽ വാല്യൂ ഉണ്ട്. അതിൽ 4 സെല്ലുകളിൽ ന്യൂമറിക് വാല്യൂ ഉണ്ട്. ന്യൂമറിക്കൽ കൗണ്ട് എത്രയാണ്? 4 ആണ്. ഇതിൻ്റെ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? 100 ആണ്. അതുപോലെ ഇതിൻ്റെ മാക്സിമം വലിയ സംഖ്യ ഏതാണ്? ഇവിടെ കാണുന്ന ഈ സംഖ്യയാണ്. അതേപോലെ തന്നെ സം എത്രയാണ്? ഇത് കംപ്ലീറ്റ് ആഡ് ചെയ്താൽ എത്രയാണ്? അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റാറ്റസ്, അതായത് നമ്മൾ സെലക്ട് ചെയ്ത സെല്ലുകളിലെ ഡാറ്റകളുടെ ഒരു സ്റ്റാറ്റസ് കാണാനും സ്റ്റാറ്റസ് ബാർ യൂസ് ചെയ്യാൻ കഴിയും. എക്സൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇതാണ്. നമ്മൾ എക്സൽ യൂസ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള മൗസ് കേഴ്സർ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇവിടെ ഒരു മൗസ് കേഴ്സർ ആരോ മാർക്കാണുള്ളത്. ഇനി കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇവിടെ ഒരു 3D പ്ലസ് ആണുള്ളത്. ഇനി ഈ ഒരു കോർണറിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ ഒരു ബ്ലാക്ക് പ്ലസ് ആണ് കാണുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ബോർഡറിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെയുള്ള ഈ ഒരു ഐക്കൺ മാറി വരുന്നത് കാണാം കേട്ടോ. ഇപ്പോൾ ഇവിടെ 4-വേ ആരോകൾ, 4 ഭാഗത്തേക്ക് ആരോകളുണ്ട്. ഇവിടെ നമുക്ക് ഒരു ആരോ മാർക്കും ഉണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഏരിയയിലേക്കാണ് വരുന്നതെങ്കിൽ ഒരു ഡൗൺ ആരോ, അതായത് ബ്ലാക്ക് ഹെഡഡ് ആയിട്ടുള്ള ഒരു ഡൗൺ ആരോ ആണ് കാണുന്നത്. ഇവിടെ ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് 2 സൈഡിലേക്കും ആരോകളുണ്ട്. നടുവിൽ ഒരു ലൈൻ, ഒരു ബ്ലാക്ക് ഹെഡ് കാണാം. അതേപോലെ തന്നെ ഇവിടെ വരികയാണെങ്കിൽ റൈറ്റിലേക്കുള്ള ഒരു ആരോ മാർക്ക് കാണാം. ഡബിൾ സൈഡ് ആയിട്ടുള്ള ഡബിൾ ഹെഡഡ് ആയും ഇതിൻ്റെ ഇടയിൽ വരികയാണെങ്കിൽ, ഇങ്ങനെ ഓരോ സ്ഥലത്തും നമ്മൾ മൗസ് കേഴ്സർ കൊണ്ടുവരുമ്പോൾ വ്യത്യസ്ത രീതിയിൽ ഇതിൻ്റെ ആരോകൾ മാറുന്നുണ്ട്. അതിനനുസരിച്ച് ഇതിൻ്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ അതിൽ ചെയ്യുന്ന വർക്കുകൾ മാറി വരും. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് പറയും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ആരോ മാർക്ക്, അതായത് മൗസിൻ്റെ ഓരോ ഭാഗത്തും മൗസ് കേഴ്സർ കൊണ്ടുവരുമ്പോൾ വേറൊരു ഐക്കണാണ്. അപ്പോൾ അവിടെ അതിൻ്റെ ഫങ്ഷൻ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവിടെ ചെയ്യുമ്പോഴുള്ള ഫങ്ഷൻസുകൾ മാറി വരും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ അടുത്ത ചാപ്റ്ററിൽ അത് പറയും. ഒരു സെല്ല് സെലക്ട് ചെയ്തിട്ട് ലെഫ്റ്റിലേക്ക് പോകാൻ ലെഫ്റ്റ് ആരോ കീ, റൈറ്റിലേക്ക് പോകാൻ റൈറ്റ് ആരോ കീ, മുകളിലേക്ക് പോകാൻ അപ്പ് ആരോ കീ, താഴേക്ക് പോകാൻ ഡൗൺ ആരോ കീകൾ യൂസ് ചെയ്താൽ മതി. ഇനി നമ്മൾ ഒരു ഡാറ്റാ സെറ്റിൽ നിന്നും ഏറ്റവും ലാസ്റ്റിലേക്കോ ഫ്രണ്ടിലേക്കോ ഒക്കെ പോകാനുള്ള ഷോർട്ട് കട്ടുകളും ഉണ്ട്. നമ്മളിവിടെ കൺട്രോൾ റൈറ്റ് ആരോ കീ ഉപയോഗിച്ചാൽ ഏറ്റവും റൈറ്റിലേക്ക് മാറി, ലെഫ്റ്റ് ആരോ കീ ഉപയോഗിക്കുകയാണെങ്കിൽ കൺട്രോൾ കീ അമർത്തി പിടിച്ചിട്ടാണെങ്കിൽ ഏറ്റവും ലെഫ്റ്റിലേക്ക് വരും. ഏറ്റവും ഡൗണിലേക്ക് വരാൻ
കൺട്രോൾ കീ അമർത്തി പിടിച്ചതിന് ശേഷം ഡൗൺ ആരോ കീ അമർത്തിയാൽ മതി അപ്പിലേക്ക് പോകാൻ. ഏറ്റവും മുകളിലേക്ക്, അതായത് ഡാറ്റാ സെറ്റിൻ്റെ ഏറ്റവും രീതിയിലുള്ളത് ഏറ്റവും മുകളിലേക്ക് വന്നു. ഇതേ രീതിയിൽ നമുക്ക് മൂവ് ചെയ്യാൻ കഴിയും. ഇനി ഇവിടെയുള്ള ഷീറ്റുകൾ നമുക്ക് മാറണമെങ്കിൽ ഇവിടെ ഷീറ്റുകൾ 4 ഷീറ്റ് ഉണ്ട്. ഇപ്പോൾ ഈ ഷീറ്റുകളിലൂടെ നാവിഗേറ്റ് ചെയ്യണമെങ്കിൽ കൺട്രോൾ പേജ് അപ്പ്, കൺട്രോൾ പേജ് ഡൗൺ ബട്ടണുകൾ പ്രസ് ചെയ്താൽ മതി. നെക്സ്റ്റ് നമ്മൾ ഇതിൽ മറ്റൊരു ഓപ്ഷൻ നോക്കാം. സെല്ല് സെലക്ട് ചെയ്തു. ആ സെല്ലിൽ നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കാം. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇതേ രീതിയിലൊരു പോപ്പപ്പ് മെനു വന്നിട്ടുണ്ട്. അതോടൊപ്പം ഇവിടെ ഒരു മിനി ടൂൾ ബാറും കാണാം. അതായത് ഇവിടെ ഫോണ്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാവുന്ന കുറേ ടൂളുകൾ ഇവിടെ മിനി ടൂൾ ബാറിൽ കാണാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ സെല്ലുകളിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് അതിവിടെ മിനി ടൂൾ ബാർ ഉപയോഗിച്ചും ഫംഗ്ഷനുകൾ ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് യൂസിങ് ഹെൽപ്പാണ്. ഹെൽപ്പ് യൂസ് ചെയ്യാൻ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ എക്സലിൻ്റെ ബ്ലോഗ്, കമ്മ്യൂണിറ്റി, ഷോ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ ഷോ ട്രെയിനിങ്ങിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതിൻ്റെ വീഡിയോ, ക്വിക്ക് സ്റ്റാർട്ട്, മറ്റു കാര്യങ്ങൾ, ഫോർമുല, ഫങ്ഷൻസ്, ഫോർമാറ്റിങ്ങിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ അവൈലബിൾ നമ്പർ ഫോർമാറ്റ്, കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഹെൽപ്പ് യൂസ് ചെയ്യാൻ കഴിയും. ഇവിടെ കീബോർഡിൽ ഫങ്ഷൻ കീ, അതായത് F1 കീ ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ ഹെൽപ്പ് യൂസ് ചെയ്യാൻ കഴിയും. ഇവിടെ നമുക്ക് ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡ് എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ ടെക്സ്റ്റ് ഫംഗ്ഷൻ മൈക്രോസോഫ്റ്റ് ബോൾഡ് എന്നുള്ള റിസൾട്ട് വന്നു. ഫോർമാറ്റ് സെല്ല് ചെയ്യുന്നതിന് ചേഞ്ച് ഫോർമാറ്റ് സെല്ല് തന്നെ ബോൾഡ് ആക്കുന്നതിനുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ടെക്സ്റ്റ് അല്ലെങ്കിൽ ഹെൽപ്പ് നമുക്ക് ലഭിക്കും. ഇങ്ങനെ എക്സലിൽ ഹെൽപ്പ് ഉപയോഗിച്ചും വളരെ എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ കഴിയും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഹെൽപ്പ് യൂസ് ചെയ്താൽ മതി. ഇനി ഏതെങ്കിലും ഒരു ടൂളിൽ കൊണ്ടുവന്നതിന് ശേഷം ബോൾഡിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഷോർട്ട് കീ ഇവിടെ കാണാം. ഇനി നമുക്ക് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ടെൽ മീ മോർ ഉണ്ട്. ടെൽ മീ മോറിൽ ക്ലിക്ക് ചെയ്ത് നമുക്കതിൻ്റെ ഡീറ്റെയിൽ കാണാൻ കഴിയും. നെറ്റ് കണക്റ്റ് ആയിരിക്കുമ്പോൾ ഇതേ രീതിയിൽ നമുക്കതിൻ്റെ ഡീറ്റെയിൽ, മെർജ് സെൽ എന്നുള്ളത് എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോസും അല്ലെങ്കിൽ ടെക്സ്റ്റുകളൊക്കെ നമുക്ക് കണ്ട് അതിൻ്റെ ഹെൽപ്പ് യൂസ് ചെയ്ത് മുന്നോട്ട് പോകാം. ഇപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് ഒരു എക്സൽ വർക്ക് ബുക്ക് എന്താണ്, അതെങ്ങനെ ഓപ്പൺ ചെയ്യാം, എങ്ങനെ ക്ലോസ് ചെയ്യാം, അതിൻ്റെ ഇൻ്റർഫേസുകൾ എന്തൊക്കെയാണ്, അതിലെ ടൂളുകൾ, റിബൺ ടാബുകൾ, ഫോർമുല ബാറുകൾ, അതുപോലെ വർക്ക് ഏരിയ, സെല്ല്, റോ, അതുപോലെ കോളംസ്, സ്റ്റാറ്റസ് ബാറുകൾ, ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതിൽ ഡാറ്റ എൻ്റർ ചെയ്യുന്നത് പഠിക്കുന്നത്. നെക്സ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്യുന്നതും ഫങ്ഷൻസ് ഉപയോഗിക്കുന്നതുമെല്ലാം പഠിക്കും. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു.